ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ തമ്പനയിൽ പറഞ്ഞ പോലെ മോണിറ്റൈസേഷൻ്റെ കാര്യം, പിന്നെ യൂട്യൂബിൽ നിന്നുള്ള ഏർണിങ്സിൻ്റെ കാര്യം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം. എന്താണെന്ന് വെച്ചാൽ തന്നെ ഞങ്ങളോട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പണി ചെയ്യാണ്ട് പൈസ ഉണ്ടാക്കേണ്ട പരിപാടിയല്ലേ. അപ്പോൾ അവരോടുള്ള എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം എന്ന് പറയുമ്പോൾ, യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ആ സമയത്ത് നമുക്ക് മൈൻഡിൽ പൈസ ഉണ്ടാക്കണം അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല. വീഡിയോ ഇടണം, ഒരു ചാനൽ വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ചാനൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മളെന്താ വീഡിയോ ഇടൂല, 2-3 വീഡിയോ ഇടും, പിന്നെ അത് മടുക്കും. അങ്ങനെ ഉണ്ടായിരുന്ന ഞങ്ങളൊക്കെ. അപ്പോൾ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാനൽ തുടങ്ങി. ഞങ്ങളിപ്പോൾ ഈ ചാനൽ തുടങ്ങിയിട്ട് കറക്കാം വ്ളോഗ്സ് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് 5 മാസമായി. 5 മാസത്തിൻ്റെ മേലെയായി തോന്നുന്നു. ആ ടൈമിൽ 1 മാസം 1.5 മാസത്തിനുള്ളിൽ തന്നെ നമ്മളിങ്ങനെ വീഡിയോ ഇടാൻ തുടങ്ങി, ഡെയിലി വീഡിയോ ഇടാൻ തുടങ്ങി. അത് കോമഡി ആയിട്ടുള്ള വീഡിയോ ഡെയിലി ഇടാൻ തുടങ്ങി. ആ സമയത്ത് എന്താ ഡെയിലി ഇട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഒരു 3 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ അത്യാവശ്യം റീച്ചാകുന്ന, അത്യാവശ്യം റീച്ച് എന്ന് പറയുമ്പോൾ നമ്മളെ കണ്ണിൽ ഒരു 1000 വ്യൂസ്, 500 വ്യൂസ്, 2000 വ്യൂസിലെ നമ്മളെ ഭയങ്കര നമുക്ക് വലിയ വലുതല്ലേ. കാരണം നമ്മൾ ഈ ഒരു സത്യം പറഞ്ഞാൽ 100 സബ്സ്ക്രൈബേഴ്സ് പോലും, ഞാനിങ്ങനെ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, നമ്മളൊക്കെ ആരാ സബ്സ്ക്രൈബ് ചെയ്യണ്ടേ, നമ്മളെ വീഡിയോയിൽ ആരാ കാണണ്ടേ. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ്. എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ പേഴ്സണലി എൻ്റെ കാര്യം ഞാൻ പറയാം, ഞാൻ അങ്ങനെ ചിന്തിച്ചേ, നമ്മളിൽ ആരാ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്. പക്ഷേ തുടങ്ങി ഒരു 3 മാസം കൊണ്ട് നമുക്ക് 1.5 മാസം കൊണ്ട് 1000 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ നമുക്ക് എന്താ ഒരു കോൺഫിഡൻസ് ആയി. കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതെന്തായാലും നടക്കും. അപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് തന്നെ പെട്ടെന്ന് 1.5 മാസം കൊണ്ട് നമുക്കായി. ഇപ്പം നമ്മളെ ചാനൽ തുടങ്ങിയിട്ട് 5 മാസമായി. 5 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് 6000 സബ്സ്ക്രൈബേഴ്സ്. അതൊന്നും വലിയ, നമുക്കെല്ലാം എന്ന് പറയുന്നത് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അത്ര വലിയ സബ്സ്ക്രൈബേഴ്സാണ്. 6000 സബ്സ്ക്രൈബേഴ്സ്, നമുക്കൊരു വീഡിയോന് 1 മില്യൺ വ്യൂവേഴ്സ് ആവാനായി. അപ്പോൾ അതിൽ പറയുമ്പോൾ നമ്മൾ സ്വപ്നം പോലും കാണാത്ത സംഭവങ്ങളാണ് ഇതൊക്കെ. പക്ഷേ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നതെന്ന് പറയുമ്പോൾ, യൂട്യൂബിൽ നിന്ന് ഞങ്ങളുടെ ചാനൽ ഇതുവരെ മോണിറ്റൈസ് ആയിട്ടില്ല. മോണിറ്റൈസ് ആവാൻ അത്ര എളുപ്പമല്ല. കാരണം ഇതിൻ്റെ ഒരുപാട് ക്രൈറ്റീരിയസ് ഉണ്ട്. അതൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയില്ല, അതൊന്നും അധികം നോക്കിയിട്ടുമില്ല. വീഡിയോ ഇടുന്നുണ്ട്, റീച്ച് ആവുന്നുണ്ട്, അത്യാവശ്യം റീച്ച് ആവുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ചില വീഡിയോ ഒന്നും ഒട്ടും റീച്ച് ആവില്ല. പക്ഷേ ഇപ്പം അത്യാവശ്യം നമ്മളെ കോമഡി വീഡിയോസ് അത്യാവശ്യം നമ്മളെ കണ്ണിൽ നല്ല റീച്ചാണ്. നമ്മളെ മുമ്പിൽ അത് വലിയ ഒരിതാണ്, അങ്ങനെ നമ്മൾ കാണുന്നത്. അപ്പോൾ വീഡിയോ എടുക്കാനും പോസ്റ്റ് ചെയ്യാൻ എനിക്കിപ്പോൾ ഇഷ്ടമാണ്, അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നു. എന്താ മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറയുമ്പോൾ, ഈ വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യുന്ന പണി അങ്ങനെ പറയുന്നില്ല കേട്ടോ. കുറേ ആൾ പറയുന്ന, ഈ എല്ലാ യൂട്യൂബേഴ്സിനെയും കൊണ്ട് പറയുന്ന ഒരു സംഭവമുണ്ട്, പണി എടുക്കാണ്ട് പൈസ ഉണ്ടാക്കുന്നില്ല. അങ്ങനെയല്ല, ഭയങ്കര പണിയാണ് എഡിറ്റിങ്ങും കാര്യങ്ങൾ. പിന്നെ എന്തിനാ ഈ വീഡിയോ ഇടുന്നതെന്ന് ചോദിക്കും. പക്ഷേ അത് ഓരോരുത്തർ ഇഷ്ടം അങ്ങനെയല്ലേ നമ്മൾ വീഡിയോ ഇടുന്നത്. പൈസ കിട്ടാനൊന്നും തുടങ്ങിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പൈസ കിട്ടണമെങ്കിൽ കുറേ പണിയുണ്ട്. ഈ യൂട്യൂബിൽ ഷോർട്സ് ഇട്ടുകൊണ്ടൊന്നും ഒരു കാര്യമില്ല പൈസ കിട്ടാൻ വേണ്ടിയിട്ട്. യൂട്യൂബിൽ അത്യാവശ്യം ലോങ് വീഡിയോന് നല്ല വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ കുറച്ച് നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഈ ഷോർട്സ് ഇട്ടുകൊണ്ട് മാത്രം ഒരിക്കലും നന്നായിട്ട് ഏൺ ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയാൽ നല്ലതല്ലേ, എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്, എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ അതത്ര എളുപ്പമല്ല എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും, അത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ടാവും. നമ്മളിങ്ങനെ എന്താ പറയുക, നല്ല രീതിക്ക് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന് സപ്പോർട്ട് ചെയ്യാൻ എന്തായാലും ആൾക്കാരുണ്ടാവും. അത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. പിന്നൊരു കാര്യം, നമ്മൾ മോണിറ്റൈസേഷൻ്റെ കാര്യം പറയാനാണെങ്കിൽ, മോണിറ്റൈസേഷൻ ആക്കുക എന്ന് പറയുന്നത് ഷോർട്ട് വീഡിയോ ആണെങ്കിലും ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണെങ്കിലും അതിനൊക്കെ ഓരോ ക്രൈറ്റീരിയ ഉണ്ട്. അതായത് ഇത്ര വാച്ച് അവേഴ്സ് വേണം, അല്ലെങ്കിൽ ഇത്ര ഷോർട്സിന് ഇത്ര മില്യൺ വ്യൂവേഴ്സ് വേണം, 3 മില്യൺ 10 മില്യൺ ആവും, 3 മില്യൺ അങ്ങനെ. എനിക്ക് അതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അത്രയും വ്യൂവേഴ്സൊക്കെ കഴിഞ്ഞാൽ മാത്രമേ മോണിറ്റൈസ് ആകൂ. പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് പെട്ടെന്ന് മോണിറ്റൈസ് ആവുന്നുണ്ട്. അത് 1-2 വീഡിയോസ് 2 മില്യൺ ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ 1 മില്യൺ ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ മോണിറ്റൈസ് ആവുന്നുണ്ട്. അതും 3 മില്യൺ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോന് 3 മില്യൺ വ്യൂവേഴ്സും ലോങ് വീഡിയോന്
4000 വാച്ച് ഹവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രം ചാനൽ ഇതെനിക്ക് അറിയില്ല കേട്ടോ, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് ഞങ്ങൾ ഇതുവരെ മോണിറ്റൈസ് ആയിട്ടില്ല, ഞങ്ങൾ പൈസ വാങ്ങാനും തുടങ്ങിയിട്ടില്ല. പിന്നെ കുറേ ആൾ ചോദിക്കുന്ന 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞാൽ പൈസ കിട്ടുമല്ലോ, ഇതെന്താ പൈസയൊന്നും കിട്ടിയങ്ങളൊന്നും പറയാതെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1000 സബ്സ്ക്രൈബേഴ്സ് ഒന്നും വലിയ കാര്യമില്ലല്ലോ. ലക്ഷക്കണക്കിന് വ്യൂവേഴ്സും ഫോളോവേഴ്സും ഉള്ള ആൾക്കാർക്ക്, അല്ല സബ്സ്ക്രൈബേഴ്സും ഉള്ള ആൾക്കാർക്ക് തന്നെ പൈസ കിട്ടുന്നത് ചില അവർ വീഡിയോസ് കണ്ടാൽ നമുക്കറിയാം, അവർക്കെല്ലാം ഓരോ 3 മാസത്തെ ഇതെടുത്തിട്ടാണ് എത്രയോ ഡോളറൊക്കെ ആയിക്കഴിഞ്ഞാലാണ് ഇത്ര പൈസ കിട്ടുന്നത്. ഞാൻ അതൊന്നും സത്യം പറയാച്ചാൽ നോക്കിയിട്ടേ ഇല്ല. കാരണം ഇതിനെപ്പറ്റി അധികം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് വീഡിയോ ഇടുന്നുണ്ട്, അത് എപ്പോഴെങ്കിലും ആകുമായിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ വീഡിയോ ഇടുന്നുണ്ട്. ഇപ്പം പക്ഷെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും മോണിറ്റൈസ് ആവണമെന്നും, എന്തായാലും ആഗ്രഹം ഇല്ലാണ്ടിരിക്കില്ല. അപ്പോൾ അത്ര തന്നെ, അല്ലാണ്ട് ഞങ്ങൾ ഇതുവരെ മോണിറ്റൈസ് ആയിട്ടോ പിന്നെ എങ്ങനെ അത് പിന്നെ എല്ലാവരും പറയുന്നൊരു കാര്യം ഇങ്ങനെ ഇഷ്ടം പോലെ പൈസയാണെന്ന് ഒരിക്കലും അല്ല കേട്ടോ. ഇത് ഒരു ഷോർട്ട് വീഡിയോന് തന്നെ ലോങ് വീഡിയോന് തന്നെ 1000 വ്യൂസ് ആയിക്കഴിഞ്ഞാലാണ് $1 കയറുന്നത്. അങ്ങനെ എത്രയോ ഡോളർ ആയിക്കഴിഞ്ഞാലാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ തന്നെ പറ്റുന്നത്. അതായത് കുറഞ്ഞത് 8000 രൂപയെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാവണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ആദ്യമൊന്നും എങ്ങനെ വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, ഇതൊന്നും വലിയ പിടിപാടില്ലായിരുന്നു. പിന്നെ വീഡിയോ ഇടാൻ തുടങ്ങി, അതിന് ആൾക്കാർ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ പിന്നെ അതൊക്കെ താനേ പഠിച്ച പോലെ. അങ്ങനെ വലിയ എക്സ്പേർട്ടൊന്നും അല്ല, പക്ഷെ ചെറിയ രീതിയിൽ അതൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ആ ഒരു രീതിയിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഒന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഓരോ യൂട്യൂബ് ഇത് കണ്ടു. ചാനലുണ്ട്, ചാനൽ അവിടെ ഉണ്ട്, വീഡിയോ എടുക്കും, അതിൽ പോസ്റ്റ് ചെയ്യും. ഇങ്ങനെ ഇന്നേ ഇതൊക്കെ ചെയ്താലാണ് വ്യൂവേഴ്സ് കിട്ടും, അതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല. അതാണ് മെയിനായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ മോണിറ്റൈസ് ആയിട്ടില്ല. മോണിറ്റൈസ് ആയാൽ എന്തായാലും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പിന്നെ അത് അത്ര എളുപ്പമല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നിങ്ങളെ സപ്പോർട്ടോടു കൂടി നമ്മൾ മോണിറ്റൈസ് ഒക്കെ ആവുകയാണെങ്കിൽ, നിങ്ങളെ സപ്പോർട്ടില്ലാണ്ട് നമുക്കൊന്നും കാര്യമില്ല. ഇപ്പോൾ 6000 പേര് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ടുള്ളതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ധൈര്യം കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ മോണിറ്റൈസ് ഒക്കെ ആവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും അറിയിക്കും. കാരണം നിങ്ങളെ അറിയിക്കാണ്ട് അങ്ങനെ നിൽക്കാനും പറ്റില്ല. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് അത്രയൊക്കെ തന്നെ. പിന്നെ നമ്മളെ ചാനൽ തുടങ്ങിയിട്ട് 5 മാസമായി. 5 മാസം 6000 സബ്സ്ക്രൈബേഴ്സ് നമ്മളെ മുന്നിൽ വലിയ കാര്യമാണ്. വലിയ കാര്യം എന്ന് പറയുമ്പോൾ നമ്മളെ തുടക്കത്തിൽ 1000 സബ്സ്ക്രൈബേഴ്സിലാവുന്നതിന് മുന്നേ ഇങ്ങനെ കുറേ ആൾ നമ്മളെ പുച്ഛിക്കും. ഇതില്ലേ എന്തിനാ എത്ര ആളുണ്ട് ഇതിൽ, അങ്ങനെ ഇങ്ങനെ നിങ്ങളിൽ ആരെ സപ്പോർട്ട്. പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ ഇഷ്ടപ്പെടാൻ ആൾക്കാരുണ്ടാവും. നമ്മൾ നല്ല രീതിക്ക് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആൾക്കാരുണ്ടാവും. ഞാനിപ്പം മനസ്സിലാക്കി സത്യം. കാരണം ഞാനും ചിന്തിച്ചിട്ടുണ്ട്, നമ്മളിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമോ, ഓരോരുത്തർ വീഡിയോ ഇടുമ്പോൾ ഇവരിലെങ്ങനെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്, ഇവരിൽ എത്ര ആളെ സപ്പോർട്ട് ചെയ്യുന്നല്ലേ, അങ്ങനെ ഞാൻ ചിന്തിക്കും. പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, മോണിറ്റൈസേഷൻ നമ്മളായിട്ടുമില്ല, അതിൻ്റെ ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടുമില്ല. യൂട്യൂബ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മെയിൽ അയക്കുന്നുണ്ട്, പിന്നെ വെൽക്കം ടു അവർ ഫാമിലി എന്നൊക്കെ ഇപ്പോൾ നടക്കുക കാണുമ്പോൾ ചെറിയൊരു സന്തോഷമുണ്ട്. അല്ലാതെ മോണിറ്റൈസേഷൻ്റെ ഒരു സംഭവം നമുക്ക് വന്നിട്ടുമില്ല, ഒരു ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുമില്ല. അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞങ്ങൾക്ക് അറിയേയില്ല. പിന്നെ അങ്ങനൊരു വീഡിയോ മോണിറ്റൈസ് ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് മോണിറ്റൈസ് ആയിട്ടില്ല കേട്ടോ. പിന്നെ അപ്പോൾ അത്രയും പറയാനുള്ളൂ. അപ്പോൾ ഇനിയും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റാ.